الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന രീതിയെ സംബന്ധിച്ചും വളരെ ലളിതമായി ഒരു പൂജയിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒലിക്കുന്ന രൂപത്തിൽ അയാളുടെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുന്ന
ആ ഒരു സന്ദർഭം അതിനെ സംബന്ധിച്ച് ആദരവോടുകൂടി മലക്കുകൾ അയാളുടെ ആത്മാവുമായി വാനലോകത്തേക്ക് ഉയർന്ന കാര്യങ്ങളുമെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അയാളുടെ പേരിൽ എല്ലിയീനിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാവും, നിങ്ങൾ എൻ്റെ അടിമയെ ഭൂമിയിലേക്ക് മടക്കുകയും, എന്തുകൊണ്ടെന്നാൽ മിൻഹാ ഖലഖനാഹും, അതിൽ നിന്നാണ് നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, വഫീഹാ നുഈദുഹും, അതിൽ നിന്ന് തന്നെയാണ് നാം അവരെ വീണ്ടും മടക്കപ്പെടുന്നത്, പുനർജീവിപ്പിക്കപ്പെടുന്നത്, വമിൻഹാ നുഖ്രിജുഹും താറത്തൻ ഉഖ്റ, ഒരു മറ്റൊരു പുനർജന്മം എന്ന് വെച്ചാൽ പരലോകത്തേക്കുള്ള ആ ഒരു പുനർജന്മം അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുകയും ആ മണ്ണിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടെ നാം അവരെ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫയുറദ്ദു ഇലൽ അർളി വതുആദു റൂഹു ഫീ ജസദിഹി, അയാൾ ഭൂമിയിലേക്ക് മടക്കപ്പെടുകയും അയാളുടെ ശരീരത്തിലേക്ക് റൂഹിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയത്. നമുക്കറിയാം, അപ്പോഴേക്കിനും ഈ മനുഷ്യന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞ് ആളുകൾ അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് എത്തി ഈ മനുഷ്യന്റെ ശരീരം ഖബറടക്കപ്പെടും എന്നുള്ളത്. ഇങ്ങനെ മയ്യത്തുമായി ഖബർസ്ഥാനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഉള്ള ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഈദ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് പറയുകയാണ്, അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ വദഅത്തുൽ ജനാസ ഫഹ്തമലഹ അർറിജാലു അലാ അഅനാഖിഹിം, ഒരു ജനാസയുമായി ആളുകൾ തങ്ങളുടെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ യഖൂൽ, ആ മയ്യത്ത് വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? ഫഇൻ കാനത് സ്വാലിഹ, സ്വാലിഹായ ഒരു മനുഷ്യനാണ് ആ മയ്യത്ത് എങ്കിൽ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഖാല ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുകയും എന്നിങ്ങനെ ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ജനാസ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹു അൽആന യുസ്അൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ, ആ റൂഹിനെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആളുകൾ ജനാസ മറമാടി അയാൾക്ക് വേണ്ടിയുള്ള തസ്ബീഹ് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ചോദ്യ സമയത്ത് നീ ഉത്തരം അയാൾക്ക് സ്ഥിരത നൽകണമേ. മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അയാളുടെ മനസ്സ് പതറിപ്പോകാതെ സ്ഥൈര്യം നൽകണമേ എന്ന് ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ.
അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുവേ ഈ മനുഷ്യന്റെ ഇരുവശങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റിക്കൊടുക്കണമേ. നമുക്കറിയാം ഖബറിന്റെ അവസ്ഥ എന്താണെന്ന്. ഇടുങ്ങിയ, ശരീരത്തെ കൊള്ളാത്ത അത്രമാത്രം കുടുസായ ആ ഖബറിലേക്കാണ് എത്ര തടിയുള്ള ശരീരമാണെങ്കിലും ചരിച്ച് കിടത്തുന്നത്. എന്നിട്ട് നമ്മുടെ അവസ്ഥ, നമ്മൾ നിസ്സഹായരാണ് വിഷയത്തിൽ. അവിടെ ആ മയ്യത്തിന് അവിടെ സമാധാനം ഉണ്ടാവണം എന്നുള്ള നിലയിൽ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹു ഇദ്ദേഹത്തിന്റെ ഇരു പാർശ്വങ്ങളിൽ നിന്നും ഇരുവശങ്ങളിൽ നിന്നും ഖബറിനെ വിശാലമാക്കി കൊടുക്കണമേ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ഹദീസുകളിൽ കാണാം, ഇന്നലിൽ ഖബരി ലഗ്തത്ത്. സഹോദരങ്ങളെ, ഖബറിന് ഒരു ഞെരുക്കമുണ്ട്. ഏതൊരു മനുഷ്യന്റെ ശരീരവും ഖബറിൽ കൊണ്ടുപോയി താഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മീതെ മൂടുകല്ല് വെച്ച് കണ്ട് ആളുകൾ തിരിഞ്ഞു കളഞ്ഞാൽ ആ ഈ ഖബറാളിയെ ഒന്ന് കൂട്ടി ഞെരിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിൽ വെക്കപ്പെട്ടതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും റൂഹ് വേർപെട്ട സന്ദർഭത്തിൽ ഫഹ്തറഖൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനം വിറകൊണ്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശക്തി കാരണത്താൽ. അതുപോലെ തന്നെ 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ അനുഗമിച്ചുകൊണ്ട് അവിടെ സന്നിധരായി എന്നൊക്കെ അദ്ദേഹത്തിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബർ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും പിടുത്തത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രത്തോളം ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഖബറിനോട് ആ ഖബറാളിയെ ഒന്ന് കൂട്ടി ഞെരിക്കണം എന്നുള്ളത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു, ഖബറാളിയുടെ വാരിയെല്ലുകൾ നുറുങ്ങുമാറ് ശക്തമായി ആ മനുഷ്യനെ പിടിച്ച് ഞെരിച്ചു കളയുമെന്നാണ്. പിന്നെ അതിന്റെ ആ ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, പടച്ചവനെ ഈ മനുഷ്യന്റെ, ഈ ആത്മാവിന്റെ, ഈ സഹോദരന് അവന്റെ ഖബറിനെ ഇരുവശങ്ങളിൽ നിന്നും നീ അകറ്റി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ മാത്രമാണ് ആ ഖബർ അയാളെ വിട്ടുമാറുക എന്നുള്ളതാണ്. എന്നാൽ സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആളുകൾ തങ്ങളുടെ തസ്ബീഹുകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഈ പോകുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് റൂഹ് പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന ആ വ്യക്തി കേൾക്കുകയാണ്, തന്റെ സഹോദരന്മാർ തിരിച്ചു പോകുന്ന കാലടിപ്പാടുകൾ അയാൾ കേൾക്കുമെന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് അതുറദ്ദു ഉഖൂലന, ഞങ്ങൾ ആ ലോകത്തുള്ള ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ കേൾക്കാൻ മാത്രം ഈ ഖബറാളിക്ക് കേൾവി ഉണ്ടാകുമെങ്കിൽ ഞങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഹൈഅതികുമുൽ യൗം, എന്ന് നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു അവസ്ഥ ആ നിമിഷത്തിൽ ആ മനുഷ്യനുണ്ടാവും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ആ ഖബറാളിക്കുണ്ടാവുന്നത്. നമുക്ക് ആ ഖബറാളിയോട്, ഖബറിൽ കിടക്കുന്ന ആ വ്യക്തി, ഇവിടെ ആളുകൾ തിരിഞ്ഞു പോകുന്ന അവരുടെ ചെരുപ്പിന്റെ വാരടി ശബ്ദം കേൾക്കും. അതുകൊണ്ട് ഖബറാളികൾക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അവരോട് നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥിക്കാനും ചോദിക്കാനുമുള്ള അവസരമാണിത് എന്നുള്ള നിലയിലാണോ? ആ നിലയിലല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ആ നിലയിലല്ല ഈ ഖബറാളിക്ക് അത് കേൾപ്പിക്കപ്പെടുക. മറിച്ച്
താൻ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഭയാനകമായ സാഹചര്യം അയാൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. തൻ്റെ മക്കൾ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും തന്നിൽ നിന്ന് അകന്നു പോകുന്നു. ഞാൻ ഈ ഇടുങ്ങിയ കൂരിരുട്ടുള്ള റൂമിൽ തനിച്ചാണ്. ഇനി എനിക്കൊരാളുടെയും സഹായമില്ല. ഇന്നലകളിൽ എനിക്കൊത്താശകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആളുകൾ ഉണ്ടായിരുന്നു, എന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, പരിചാരകരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ അധികാരമില്ല, എൻ്റെ സൗഭാഗ്യമില്ല, എൻ്റെ ആളുകളെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ ദിവസത്തിൽ ഞാൻ തനിച്ചാണ് എന്ന് ഖബറാളിക്ക് ബോധ്യമാവുകയാണ്. ആ സമയത്ത് എല്ലാ നിലയിലും ബേജാറിലാവുന്ന, ഭയപ്പെടുന്ന ഖബറാളി, തൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഖബർ, അതേപോലെ തന്നെ കൂരാകൂരിരുട്ട്, അതിലുമുപരി ഇന്നേ വരെ കാണാത്ത രണ്ടുപേർ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മുൻകർ നകീർ എന്നുള്ള ഭയാനകമായ ഭീമാകാരന്മാരായ രണ്ട് മലക്കുകൾ തന്റെ മുമ്പിൽ വരുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള രണ്ട് മലക്കുകളാണ് വരുന്നത്. എന്നിട്ടോ അവരുടെ സാന്നിധ്യം തന്നെ ഈ മനുഷ്യൻ ഭയപ്പെടുകയാണ്. അവർ ഇയാളെ ഇരുത്തുകയുമാണ്. എന്നിട്ട് ഈ മലക്കുകളെ കാണുന്ന മാത്രയിൽ തന്നെ ഈ മനുഷ്യന്റെ എല്ലാ നിലയിലുമുള്ള ഭയം അയാളുടെ മനസ്സിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള അവസാനത്തെ ഫിത്ന മുൻകർ നകീർ എന്നുള്ള രണ്ട് മലക്കുകളുടെ സാന്നിധ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവരെ കാണുന്നത് പോലും ഭയം തോന്നിപ്പിക്കുന്നതാണ്. ഇന്നേ വരെ ഒരാളെയും അവർ കണ്ടിട്ടില്ല, അവർക്കാരെയും പരിചയമില്ല. അതാണ് മുൻകർ നകീർ. തന്നെയുമല്ല, അവരെയും ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല. അത്രമാത്രം ഭീമാകാരന്മാരായ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, അവരുടെ ശബ്ദങ്ങൾ ഇടിനാദം പോലെ ഭീകരമായിരിക്കും. അവരുടെ കണ്ണുകൾ അതുപോലെ തന്നെ മിന്നൽ പോലെ, തീപ്പൊരി പോലെയുള്ളതായിരിക്കുമെന്നെല്ലാം ഹദീസുകളിൽ കാണാവുന്നതാണ്. അതോടുകൂടി തന്നെ ഈ മനുഷ്യനാകെ ഭയപ്പെടുന്നു. അവനെ ഭയപ്പെടുത്താൻ മാത്രമാണ് അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അവർ ചോദിക്കുന്നു സ്വാലിഹായ മനുഷ്യനോട്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഈ ചോദ്യം അയാൾ കേട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ ഫയഖൂൽ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഈ മനുഷ്യൻ പറയും. ഫയഖൂലാനി ലഹു, അയാൾ ആ മനുഷ്യനോട്, ഈ രണ്ടാളുകളും ചോദിക്കും, മാ ദീനുക, എന്താണ് നിന്റെ മതം, നീ ഏത് മതത്തിലായിരുന്നു എന്ന്. ഫയഖൂൽ, അയാൾ പറയും, ദീനി അൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു മാ ഹാദാ റജുൽ അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം, നിന്റെ അഭിപ്രായം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോ ആ സ്വാലിഹായ മനുഷ്യൻ പറയുകയാണ്, ഹുവ റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ ദൂതനാണ്. എന്നപ്പോ ആ സന്ദർഭത്തിൽ ഈ മലക്കുകൾ ചോദിക്കും, വമാ അമലുക, എന്താണ് ഈ വിഷയത്തിലുള്ള നിന്റെ പ്രവർത്തനങ്ങൾ? മറ്റൊരു റിപ്പോർട്ടിൽ വമാ ഇൽമുക, എന്തറിവാണ് നിനക്ക് ആ വിഷയത്തിലുള്ളത്? അപ്പോൾ അയാൾ പറയും, ഫയഖൂൽ ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അത് പാരായണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. അത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഫആമൻതു ബിഹി, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു, ഞാൻ അത് സത്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയും. ആ സന്ദർഭത്തിൽ ഈ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ ആളുകളുടെ വിഷയത്തിൽ പറയുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, അല്ലാഹുവിന്റെ ഖൗലു സാബിത്ത് കൊണ്ട്, അഥവാ അവൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ പറഞ്ഞിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് പറയുകയും പിന്നീട് അതിൽ അവർ നിലനിർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സ്ഥൈര്യം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അതാണ്. ഭീമാകാരന്മാരായി മലക്കുകളെ കാണുന്ന മാത്രയിൽ ഭയം തോന്നിക്കുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മനസ്സിന് സ്ഥൈര്യം നൽകുകയാണ്.
ആ സന്ദർഭത്തിൽ മണിമണിയായി ഇവരുടെ ചോദ്യങ്ങൾക്ക് ഓരോന്നും അയാൾക്ക് ഉത്തരം പറയാൻ കഴിയുകയാണ്. എന്നിട്ട് അയാൾ പറയും, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ മതം ഇസ്ലാമാണ്, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നിങ്ങനെ ഉത്തരം പറയുമ്പോ ഫയുനാദി മുനാദിൻ ഫിസ് സമാ, വാനലോകത്ത് നിന്നും ഒരു വിളിയാളം കേൾക്കുകയാണ്, അൻ സദ്ദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് അയാളുടെ ഖബറിൽ നിങ്ങൾ വിരിച്ചു കൊടുക്കുക. വഅൽബസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾ അയാളെ ധരിപ്പിക്കുകയും ചെയ്യുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യുക. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദൽ ബസരിഹി, അയാളുടെ ഖബറിനെ അയാളുടെ കണ്ണുകൾ നോക്കിയാൽ കാണുന്ന അത്രത്തോളം അകലേക്ക് നിങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സുബ്ഹാനല്ലാഹ്. സ്വാലിഹായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന മഹാ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ പരീക്ഷണമാണ്. എല്ലാ നിലയിലും നിസ്സഹായനായി, എല്ലാ നിലയിലും ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ബോധ്യമാകുന്ന ആ സന്ദർഭത്തിൽ റബ്ബിന്റെ അനുഗ്രഹം അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. ആ സന്ദർഭത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അയാളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടോ ആ മനുഷ്യന്റെ പ്രത്യേകത ഹസനുൽ വജ്ഹ്, കാണാൻ നല്ല സുന്ദരമായ മുഖം, വഹസനുസ്സിയാബ്, നല്ല സുന്ദരമായ വസ്ത്രവേഷവിധാനമാണ്. അതുപോലെ തന്നെ ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധമായ ആളുകളിൽ നിന്നും അടിച്ചു വീശുന്നുണ്ട്. ആ സമയത്ത് ഫയഖൂൽ, ഈ മനുഷ്യൻ പറയും, അവിടെ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ പറയും, അബ്ശിർ ബില്ലദീ യസുറുക്, നിനക്ക് സന്തോഷമുള്ള വിഷയത്തിൽ നീ സന്തോഷിച്ചു കൊള്ളുക. അബ്ശിർ ബിരിദ്വാനിൻ മിനല്ലാഹ്, പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിൽ നീ സന്തോഷിച്ചു കൊള്ളുക എന്നീ മനുഷ്യൻ അയാളോട് പറയും. തന്നെയുമല്ല ഫജന്നാത്തിൻ ഫീഹാ നഈമുൻ മുഖീം, ശാശ്വതമായ സ്വർഗത്തെക്കുറിച്ചും നീ സന്തോഷിച്ചു കൊള്ളുക. ഹാദാ യൗമുക്കല്ലദീ കുൻത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിന്ന്. ഇത് പറയുമ്പോൾ ഫയഖൂലു ലഹു, ഈ മയ്യിത്ത് ആ മനുഷ്യനോട് ചോദിക്കും, വഅൻത മൻ അൻത ഫബശറകല്ലാഹു ബിഖൈർ, നിന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ് നീ? അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൊണ്ടാണല്ലോ നിന്നെ അയച്ചിട്ടുള്ളത്. തന്നെയുമല്ല ഒരു നല്ല വാർത്ത കൊണ്ടുവന്നവനെ പോലെയുണ്ടല്ലോ നീ എന്ന് പറയുമ്പോ ആ ഫയഖൂൽ, ആ മനുഷ്യ ശരീരം പറയുകയാണ്, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. ഫവല്ലാഹി മാ അമിൽതുക ഇല്ലാ കുൻതു സരീഅൻ ഫീ തഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നീ ധൃതി കാണിച്ചിരുന്നു, അതിനാൽ നീ സന്തോഷിച്ചു കൊള്ളുക. ബദീഅൻ ഫീ മഅസിയത്തില്ലാഹ്, തന്നെയുമല്ല അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നീ പിന്നാലെയായിരുന്നു, നീ വിമുഖത കാണിച്ചിരുന്നു, അതിനാൽ തന്നെ നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് ഈ ശരീരം, ഈ മനുഷ്യൻ ഈ മയ്യത്തിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, സുമ്മ യുഫ്തഹു ലഹു ബാബുൻ മിനൽ ജന്ന, പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കവാടം അയാളുടെ നേരെ തുറക്കപ്പെടുകയാണ്. വബാബുൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു കവാടവും. എന്നിട്ട് ഫയുഖാൽ, ഈ മനുഷ്യനോട് പറയപ്പെടും, ഹാദാ മൻസിലുക്, എടോ മനുഷ്യ, നീ യഥാർത്ഥത്തിൽ ഇവിടേക്ക് എത്തേണ്ടവനായിരുന്നു. നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മയ്യത്തിനോട് പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആളാകേണ്ടവനായിരുന്നു. പക്ഷേ ലൗ അസൈതുല്ലാഹ്, നീ അല്ലാഹുവിനെ ധിക്കരിച്ചിരുന്നുവെങ്കിൽ നിന്റെ അഭയസ്ഥാനം ഇതാകുമായിരുന്നു. പക്ഷേ അബ്ദുൽക്കല്ലാഹു ബിഹാദാ, പടച്ച തമ്പുരാൻ നിനക്ക് പകരമായി നൽകിയത് ഇതാണ്, ഈ സ്വർഗത്തിന്റെ സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അയാൾക്ക് സന്തോഷം നൽകുകയാണ്. ഫഇദാ റആ മാ ഫിൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലുള്ള അനുഭൂതികൾ അയാൾ കാണും. അത് കാണുന്ന സന്ദർഭത്തിൽ അയാൾ പറയും, റബ്ബി അജ്ജൽ ഖിയാമ സഅ, പടച്ചോനെ എത്രയും പെട്ടെന്ന് ലോകം അവസാനിപ്പിക്കണമേ എന്നീ മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഖിയമാ അർജിഉ ഇലാ അഹ്ലി വമാലി, എന്റെ സമ്പത്തിലേക്കും, അതായത് ഭൂമിയിൽ ഉണ്ടായിരുന്ന അയാളുടെ സമ്പത്ത് അയാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിരുന്നു. വമൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ,
അയാൾ നൽകിയത് മുഴുവനും അള്ളാഹു ഇരട്ടിയായി അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് അയാൾക്ക് കാണുകയാണ്. പടച്ചോനെ, എന്റെ സമ്പത്തിലേക്ക് അതുപോലെ എന്റെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അള്ളാഹു നീ എത്രയും പെട്ടെന്ന് ലോകത്തെ അവസാനിപ്പിക്കണമേ എന്ന് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ സന്ദർഭത്തിൽ ആ മലക്കുകൾ പറയുന്നു, ആ മനുഷ്യനോട് പറയപ്പെടും, നീ ഇവിടെ സുഖമായി താമസിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക. ഒരു പുതിയ പിട ഉറങ്ങുന്ന പോലെ നീ ഇവിടെ ഉറങ്ങിക്കൊള്ളുക. ഞങ്ങൾ നിന്നെ ആവശ്യമുള്ളപ്പോൾ, ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രമാണ് നീ വരേണ്ടത് എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ മനുഷ്യന്റെ അരികിൽ നിന്ന് ഈ മലക്കുകൾ വേർപ്പെടുകയാണ്. അതോടുകൂടി അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ പരീക്ഷണങ്ങളും അവസാനിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വാലിഹായ മനുഷ്യൻ ശാന്തിയോടെ സമാധാനത്തോടെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ കണ്ണുകൾ കൊണ്ട് ദിവസേന പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്വർഗം അയാൾക്ക് ദർശിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അത് സ്വർഗം കണ്ട് ആസ്വദിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കണമെന്ന് അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ സന്തോഷത്തോടു കൂടി ആ ഖബറിൽ കടന്നുറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മഹാസൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നമ്മൾ സദാ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറുക, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.